ആടാ ആ എവിടെയാ? ഞങ്ങളിവിടെ ഇപ്പോൾ ഉണ്ട്. അവളിപ്പോൾ ഇങ്ങോട്ട് വരും. ആ നിങ്ങളിങ്ങോട്ട് മാറിയെന്നോ? ആ ശരിയടാ, നീ ഇപ്പോൾ വരുമോ? ആ വരുമോ? ശരി. എവിടായിരുന്നു? ആ വിട്ടോ. മച്ചാനെ, ഈ ഏരിയ കണ്ടിട്ട് കുറച്ച് സീനാന്ന് തോന്നുന്നല്ലോ. എന്ത് സീനാടാ? നമ്മളതിനേക്കാൾ വലിയ സീനല്ലേ? മച്ചാനെ, അവള് വരുമോ? അവൾ വരും. അതെന്തോന്ന് നിനക്ക് ഇത്ര ഉറപ്പ്? അവളെ ബസ് സീറ്റ് വിട്ട ഞാനായുണ്ട്. 10 മണിയായി. മച്ചാൻ്റെ പ്ലാൻ എന്തോ? ഇവിടെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എനിക്ക് അവളിവിടെ വരുന്നത് എൻ്റെ കൺമുമ്പിലൊന്ന് കാണണം, അത്രേ ഉള്ളൂ. എന്നിട്ടൊന്നുമില്ല. കണ്ടൊന്ന് വിശ്വസിക്കണം, അത്ര. അവള് വന്നോ? അതല്ല, ഇവിടല്ലേ നമ്മുടെ മറ്റേ രാജേഷിൻ്റെ വീട്? രാജേഷോ? എടാ, കീടത്തിൻ്റെ കൂടെ നമ്മളവിടെ കവട്ട അടിക്കാൻ വരത്തില്ലായിരുന്നു? എടാ രാജേഷ്, കവട്ട രാജേഷ്. ഓ ആ കവട്ട രാജേഷ്. ആ, ഇടയ്ക്ക് വർക്ക്ഷോപ്പിൽ വന്ന് ജോലിക്കുന്നേ. എടാ, മറ്റേ മിറ്റ്സുബിഷിയുടെ എഞ്ചിൻ അടിച്ചോണ്ട് പോയില്ലേ? അവൻ്റെ കാര്യം. അവൻ തന്നെ. ഓ അവനോ? നമുക്ക് അവനെ വിളിച്ചാലോ? എന്തിന്? പുറത്ത് ഭയങ്കര ചൂടൊക്കെ അല്ലേ? നമുക്ക് അവൻ്റെ വീട്ടിൽ കയറി ഒരു വെള്ളമൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ടോട്ടിരിക്കാം. നീ ഒന്ന് മച്ചാനെ, ഒന്നാമതേ അവൻ ഈ കാര്യത്തിൽ സീനായിട്ടിരിക്കുക. നമ്മളല്ലേ ഇവൻ്റെ ഫ്രണ്ട്സ്, നമ്മളല്ലേ ഇവൻ്റെ കൂടെ കട്ടക്ക് നിൽക്കണ്ടേ? അപ്പോൾ കട്ടക്ക് നിൽക്കാം കേട്ടോ. ആ കട്ടക്ക് കേൾക്കുമല്ലേ? വേണേ 2 വട്ടം കൂടെ കൂട്ടാം. കട്ടയും വേണ്ട, ഒരു പഴവും വേണ്ട. നീ അവിടെ കാണാൻ പോയി നിൽക്കി. സമയം എന്തേ? 10 മണി കഴിഞ്ഞ്. നീ ഒന്ന് അവളെ വിളിച്ചു നോക്കി. ഹലോ, നീ എവിടെ? ആണോ? ഒന്നുമില്ല, വെറുതെ വിളിച്ച്. ശരി. മച്ചാനെ, അവളിവിടെ ഇല്ല മച്ചാനെ. ഇല്ലേ? കൂട്ടുകാരോടെ കണ്ട് പുറത്താണ്. അവള് വരത്തില്ലെന്ന്. അതെന്തുവാ? നീയല്ലേ പറഞ്ഞ അവള് വരുമെന്ന്? അവള് കൂട്ടുകാരോടെ അങ്ങോട്ട് പുറത്ത് പോയിക്കോ. നമുക്ക് പോകാം മച്ചാനെ. ചേറാ. ഡാ ആ ഇത് അവളല്ലേ? ഗീതു. മച്ചാൻ, അവളല്ലേ മച്ചാനെ പോയത്? അവളല്ലേ പോയത്? മച്ചാനെ, അവസാന നിമിഷം വരെ അവൾ വരത്തില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. മച്ചാനെ, നിങ്ങളാരോടും പറയുന്നതിൻ്റെ അല്ല മച്ചാനെ. പിന്നെന്താ? സീറ്റുണ്ടോടാ? അവൻ്റെ മച്ചാനെ, ലൈറ്റർ മിസ്സിങ്. സോറി. മച്ചാനെ, ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടിയിട്ട്. അന്തോടമായിട്ട് നീ അങ്ങനെ ഒരു വർത്താനം? ഞങ്ങളെന്തോ ആരണ്ടോ പറയാൻ പോന്നു? അതെ. അതല്ല മച്ചാനെ, ഇതിപ്പോൾ ഒരുമാതിരി ഉത്സവപ്പറമ്പിൽ മുണ്ടഴിഞ്ഞ പോയ സീനായില്ലോ. പോ മച്ചാനെ. പോ. വണ്ടി നിർക്കാവോ? ആ.
I think someone is inside. ഇതവളാ. ചിലയിടത്തെ പെരുമാറ്റം കണ്ട കുട്ടികളെക്കാളും കഷ്ടം. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. നീ പറഞ്ഞിട്ട് തോന്നും നിനക്ക് മാത്രമേ പ്രശ്നങ്ങൾ വിഷമമുള്ളൂ. ഇവിടെ ആർഷയ്ക്ക് എന്നെ ഡൗട്ടാ. ചില നേരത്തെ അവളുടെ പെരുമാറ്റം കാണുമ്പോൾ ഹർഷയ്ക്ക് ഇവിടെ ഡൗട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ കൺഫേം ആണ് അഭിനയ. അവൻ എൻ്റെ ലൈഫിൽ അറിയാത്തൊരൊറ്റ കാര്യമുള്ളൂ, അത് നീയാണ്. ഇത് ശരിയാവില്ല ഇവനെ. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വേണ്ട. എനിക്ക് വയ്യ എന്നെ റിസ്ക് എടുക്കാൻ. എനിക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാലും പറ്റും തോന്നുന്നുണ്ടോ? നിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ കാണുന്നവർക്ക് ഇതൊക്കെ കഴപ്പായിട്ട് തോന്നും. എനിക്കറിയില്ല അവരിതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എടാ, എനിക്ക് മനസ്സിലാകും. പക്ഷെ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് വയ്യ അവനെ നഷ്ടപ്പെടുത്താൻ. അപ്പൊ ഞാനോ? ഞാനെന്ത് ചെയ്യും? നീ ഓക്കെ അല്ലേ? എന്ത് പറ്റി? എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേ? ആശ എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേന്ന്? ആർഷ നീ പറയും എന്താ ചെയ്യണ്ടേ? ഞാൻ വിളിച്ച റെസിഡൻസിയുള്ള എല്ലാവരും വരും. എല്ലാം നീ പറയുന്ന പോലെ ചെയ്യാം. പക്ഷെ നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തിനാ? ഞാൻ പോവാ. ആർഷ, ഇനി ഞാൻ ഈ എക്യുപ്മെൻസൊക്കെ എന്താ ചെയ്യണ്ടേ? തിരിച്ച് കോളേജിൽ കൊണ്ട് കൊടുത്തേക്ക്. ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. സീന കൊടുത്തേക്ക്.
മച്ചാൻ അവൻ ആരാണെന്നൊന്നും എനിക്കറിയണ്ട. എന്നാലും എന്തിനായിരിക്കും മച്ചാനെ അവള് ഇത്ര നാളായിട്ട് അവളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. മച്ചാനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെ, നിന്റെ വിഷമം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇതറിഞ്ഞത് എന്തുകൊണ്ടും നന്നായി. ഇപ്പോഴാണ് നിന്റെ കാമുകി വല്ലൻ്റെ കൂടെ പോയെന്നേ പറയത്തുള്ളൂ. എന്നെപ്പോലെ കല്യാണം കഴിഞ്ഞാണെങ്കിലോ അവൻ്റെ ഭാര്യ കണ്ടവരോടെ പോയെന്ന് പറയും. ഇനി 2 പിള്ളേരും കൂടെ ഉണ്ടെങ്കിലോ. മച്ചാനെ ഒന്നാലോചിച്ചത് ശരിയാ. മച്ചാനെ എനിക്ക് തോന്നുന്നില്ല അവൾ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നത് മറ്റേ പരിപാടിക്ക് വേണ്ടി മാത്രമാണ്.